അപ്പത്തെ കടപ്പക്കല്ലുകളുടെ വാറിയാണ് കാണുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ഇത് കണ്ടോ, കൃഷി നടത്താനുള്ള പരിപാടിയിലാണ്. ചോളക്കൃഷിയാണ് ഇവിടെ കൂടുതലും. എൻ്റെ ഈ സൈഡിലെല്ലാം ചോളപ്പാടങ്ങളാണ് കാണുന്നത്. ഇത് മുഴുവൻ ചോളപ്പാടമാണ്, അങ്ങറ്റം മുതൽ ചോളപ്പാടമാണ് കാണുന്നത്. അപ്പോഴത്തെ നമ്മൾ വിജനമായ ഒരു വഴിയിലൂടെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 കിലോമീറ്ററോടെ ഇനി പോകാനുണ്ട്. ട്രാക്ടറുകളും ചെറുവണ്ടികളും അല്ലാതെ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, അതാണ് പ്രശ്നം. അതുപോലെ ഈ ട്രാക്ടറുകാർ പോകുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്ത പോക്ക് തന്നെയാണ് അവന്മാർ പോകുന്നത്. ഇവിടുന്ന് ഒരു 9.5 കിലോമീറ്റർ നമ്മൾ സ്ഥലത്തോട്ടുള്ളത്. അതിനിപ്പോൾ ഇതിൻ്റെ മല കയറി പോകണോ കുന്ന് കയറി പോകണമെന്ന് റോഡാണ് കാണിക്കുന്നത്, മല ഏരിയ കാണിക്കുന്നില്ല. ഏതായാലും അങ്ങ് അകലെയാണ് എന്ന് ഉള്ളത് വിശ്വാസമാണ്. ഇനി ഒരു 1.5 കിലോമീറ്ററോളം പോയിട്ട് തിരിഞ്ഞു പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഭാഗത്ത് വല്ല ചെറിയ വളവായിരിക്കും. അതാണ് ഇവിടുത്തെ ഇടത്തോട്ടുള്ള വളവും വലത്തോട്ടുള്ള വളവും. ഇതൊക്കെ കൃഷിഭൂമി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോളക്കൃഷിക്ക് വേണ്ടിയാണ്. പുതുമഴ വന്നപ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പുതുമഴ വന്നു കഴിയുമ്പം കപ്പയിടാൻ വേണ്ടി ഒരുക്കിയത്. അതുപോലെ ഇവിടുത്തെ പ്രധാന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ചോളമാണ് ഈ ഭാഗത്ത്. അപ്പോൾ ആ ചോളത്തിൻ്റെ കൃഷിയാണ്. ഓരോ മേഖലയ്ക്കും ഓരോ കൃഷി രീതിയുണ്ട്. ചോളം ചെയ്യുന്നിടത്ത് ചോളം മാത്രം, തക്കാളി ചെയ്യുന്നിടത്ത് തക്കാളി മാത്രം, വഴുതന ചെയ്യുന്നിടത്ത് വഴുതന മാത്രം, കത്രിക്ക ചെയ്യുന്നിടത്ത് കത്രിക്ക മാത്രം. അങ്ങനെ മിക്സ് ചെയ്തുള്ളൊരു കൃഷി രീതി അല്ല ഇവിടെ. ഒരു ഏരിയയിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് പരീക്ഷിക്കുന്നത്, അത് പരീക്ഷണത്തിന് വേണ്ടി ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഓരോ കൃഷികൾ ഓരോ സ്ഥലത്ത് പരീക്ഷിക്കും. അപ്പോൾ അവിടെ ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്നത്, ഏറ്റവും നല്ല ലാഭം കിട്ടുന്ന കൃഷി മാത്രമേ അവർ ചെയ്യാറുള്ളൂ. കാലാവസ്ഥയുടെ വ്യത്യാസം, വെള്ളത്തിൻ്റെ ലഭ്യത, അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, വെള്ളത്തിനൊരു പഞ്ഞവും ഇല്ലാത്ത കേരളം ശരിയായ രീതിയിലായിരുന്നെങ്കിൽ ഈ അന്യനാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവന്ന് തിന്നേണ്ട ഗതികേടുണ്ടോ അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ കൃഷികൾ ചെയ്യുന്നത് നമ്മൾ കണ്ട്. പക്ഷെ അവരൊന്നും വീഡിയോയുടെ മുമ്പിലേക്ക് വരാൻ താല്പര്യമില്ല. ഞാനന്നേരം ചോദിച്ച്, ഡിഗ്രി അല്ല, പോളിടെക്നിക്ക്, എൻജിനീയറിങ് ഒക്കെ കഴിഞ്ഞ പിള്ളേരുണ്ട്. അവരൊരു കൂട്ടായ്മ 12 പേരുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ ഒരു ഏരിയ മുഴുവൻ കൃഷി നടത്തുകയാണ്. 6 വണ്ടിയുണ്ട് അവർക്ക്. 6 വണ്ടിയും പിന്നെ ട്രാക്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ 6 വണ്ടിയിലും പിക്കപ്പാണ്. പിക്കപ്പിൽ ആളുകളെ രാവിലെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ട്രാക്ടറിലാണ് ഈ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. കാരണം വണ്ടിയെല്ലാം ലോഡ് കയറി അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകും. അപ്പോൾ രാവിലെ ആ ലോഡ് ഇറക്കിയിട്ട് വരുന്ന വണ്ടികൾ നേരെ ഫീൽഡിലോട്ട് പോകുന്ന ഈ വണ്ടിയിലാണ്. അതിനിടയ്ക്ക് തന്നെ ട്രാക്ടറിൽ കുറേ സാധനങ്ങൾ ഇവർ ചന്തയിലോട്ട് എത്തിച്ചു കഴിഞ്ഞു. അപ്പോഴത്തെ ഇങ്ങനെ വിജനമായ പ്രദേശത്തൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. വല്ലപ്പോഴും വരുന്ന ഓരോ ബൈക്കോ ഒരു ഓട്ടോറിക്ഷയൊക്കെയേ ഉള്ളൂ. ഇത് മുഴുവൻ കടപ്പക്കല്ലുകളുടെ ക്വാറിയായിരുന്നു. അവിടുന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ കുഴി നികത്താൻ നേരത്ത് ഇത് മുഴുവൻ എടുത്ത് തിരിച്ചുകൊണ്ട് പോകും. നമ്മുടെ അവിടെ കല്ലുവെട്ടുമട വെട്ടി അവിടെ ഇറക്കിയിടുകയല്ലേ ഉള്ളൂ.
മണ്ണ് പിന്നെ നമ്മൾ അന്നേരം വിൽക്കുവാണ്. എന്നിട്ട് ആ കുഴിയായിട്ട് തന്നെ അവിടെ കിടക്കും. ഇവരങ്ങനെയല്ല, ഈ കടപ്പയുടെ ഈ വേസ്റ്റ് കൊണ്ട് തിരിച്ച് തട്ടിയിട്ട് ഇത് വേറെ പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഈ മതിൽ കെട്ടാനൊക്കെ ഈ കല്ലാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതപ്പം ഫോറസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതോ ഇനി ശ്വാനകുമാരന്മാരുണ്ടായിരുന്നു കേട്ടോ. ശ്വാനകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ആ പുള്ളി വന്നതാണ്. എന്നാണെന്നറിയില്ല. അപ്പത്തെ പോത്തുകളെ വളർത്തുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ. ആട്, പോത്ത്. കാരണം ഇഷ്ടം പോലെ സ്ഥലം വരെ മേയ്ക്കാനുണ്ട്. ഇപ്പം ഞാൻ ഈ സൈക്കിൾ നിർത്തിയിട്ട് ഒരു കല്ലെടുത്തിട്ട് കീച്ചിയാൽ എല്ലാം കൂടി പായിച്ച കാണണം. വേണ്ട. പോത്തിൻ്റെ കാര്യം കഴിഞ്ഞപ്പോഴേ ആടിൻ്റെ ആൾക്കാർ വന്നു. പുതുമഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമാണ്. നല്ല ഇത് ഇവിടെ 1-2 നായ്ക്കളൊന്നും അല്ല കേട്ടോ. ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. ഇത് കണ്ട, ആടുകളെ വളർത്തുന്നു. ആടുകളുടെ ഒരു ഏരിയ ആണിത്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കേവ് കാണാനുള്ള യാത്രയാണ്. വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാം കേവ് ഹൈപ്പുള്ള കേവാണോ അതോ മുഴുവൻ ചപ്പും ചവറും പിടിച്ച് കിടക്കുന്നതാണോ എന്ന്. കാരണം ഇവിടെ ടൂറിസത്തിനൊരു സാധ്യതയൊന്നും അവർ കൊടുക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടപ്പുള്ള സ്ഥലമാണ് ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ്. അതായത് പുരാതന ഗുഹകൾ, പുരാതന ക്ഷേത്രങ്ങൾ. അതിനെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി ഏറ്റവും നന്നായിട്ട് ആ മേഖലേനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കർണാടകയാണ്. ഞാൻ കണ്ടിടത്തോളം കർണാടക, തമിഴ്നാട്, കേരള എല്ലാം കണ്ടതിന് ശേഷം അതിനെ ടൂറിസത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു. അതായത് ലോക്കൽ ടൂറിസം. ഈ സായിപ്പ് വന്ന് റിസോർട്ടിൽ താമസിക്കുന്നതല്ലല്ലോ ടൂറിസം. ലോക്കലായിട്ടുള്ള, അതായത് കേരളത്തിൽ നിന്ന്, ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ തന്നെ അവിടെ വന്ന് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ, ഒരു ടൂറിസം സാധ്യത ഉണ്ടെങ്കിൽ അവരത് പരിപോഷിപ്പിക്കും. അപ്പോൾ എന്നാ കിട്ടുന്നത്? ആ ഗ്രാമത്തിലെ ആളുകൾ മാത്രമാണ് അവിടെ കച്ചവടത്തിനിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളല്ല നമ്മുടെ നാട്ടിലെ പോലെ അവിടുന്ന് ഇവിടുന്ന് വന്ന് വലിഞ്ഞു കയറിയവന്മാർ മുഴുവൻ കച്ചവടത്തിനിരുന്നിട്ട് വഴി മുഴുവൻ നിരത്തി വെച്ചിട്ട് കടയിട്ടിരിക്കുന്നവൻ്റെ നെഞ്ചത്തടിക്കുന്ന പരിപാടിയല്ല ഇത്. കടകൾ കൃത്യമായിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. നമ്മുടെ ഓരോ ഫീൽഡിലൊക്കെ നമ്മൾ കണ്ട്. കോട്ടയത്ത് കൊള്ളാമോ? കോട്ടയത്ത് ഇത് കണ്ടോ, ആട്ടിൻകുട്ടികൾ നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. ആട്ടിൻകുട്ടികൾ പോകുന്ന പോക്ക് കണ്ടോ. അപ്പോൾ ആട്ടിടയന്മാരാണ് മൊത്തം. അപ്പോൾ അവരുടെ പുറകെ വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇതുവഴി ഇനി 7 കിലോമീറ്റർ 7.5 കിലോമീറ്റർ പോകാം. ഇതാണ് പ്രശ്നം. ഇനി ഈ ആട് മാറുന്നിടം വരെ നമ്മളിങ്ങനെ ആടിൻ്റെ പുറകെ പതിയെ തള്ളി പോകേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനിടയ്ക്ക് ഇതുപോലത്തെ നായ്ക്കളും കാണും. അവരിടത്തോട്ടാണ് പോകുന്നത്. ചെറിയ കൂട്ടമല്ല കേട്ടോ, 10,000 ആടുകളുള്ളൊരു വലിയ കൂട്ടമാണ്. കണ്ടോ, പോകണുണ്ടോ? ഇപ്പോഴത്തെ ഈ ചാണകത്തിൽ ചവിട്ടി, ആട്ടും കാഷ്ടത്തിൽ ചവിട്ടി നമ്മൾ പോവുകയാണ്. ഓക്കെ. അപ്പോഴത്തെ അവരോട് വഴി ചോദിച്ചാണ് പോകുന്നത്. കൂടത്തെ ഒരു ശ്വാനൻ വെള്ളം കുടിക്കാതെ മുറിവാലം പോകുന്നുണ്ട്. അവരുടെ തൊഴിക്കുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിക്കിട്ട് പണി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകാൻ പറ്റിയതാണ്. ഈ ആടിൻ്റെ പുറകെ പതിയെ നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അത് തന്നെയാണ് നമുക്കും ഗുണം, മറ്റൊന്നുമല്ല. നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ കേവിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി ഇത് മുഴുവൻ ആട്ടിൻകൂട്ടമാണ്. അപ്പോൾ ബൈക്കുകാർ പോലും ഇങ്ങനെ നിർത്തിക്കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ രക്ഷ. അതുകൊണ്ടൊരു പണിയും നടക്കുകയില്ല. പിന്നെ ചില
ഈ വിഷമം പിടിച്ച ബൈക്കുകാരുണ്ട്, അവർ എതിരേക്കൊക്കെ ഇരിക്കേണ്ടി വരുന്നത് പറയാൻ പറ്റിയല്ല. ചേട്ടൻ്റെ ആട് ഒരു സൈഡിലോട്ട് മാറിയാൽ ഞാനങ്ങ് പൊക്കോളാം. ദൈവം സഹായിച്ച് നല്ലൊരു റോഡ് കിട്ടിയിട്ടുണ്ട്. കിലോമീറ്റർ 90 മീറ്റർ. ഒരുപാട് സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ സൈക്കിൾ ഒന്ന് നിർത്തിയതാണ്. ഇത് കണ്ടോ, ചോളപ്പാടമാണ്, നിറയെ ചോളപ്പാടമാണ്, ഭയങ്കര കാറ്റുമാണ്. അതുകൊണ്ട് സൈക്കിളിൽ നിന്ന് കൈവിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ഇത് കണ്ടോ, ചോളപ്പാടമാണ്, കിലോമീറ്ററുകളാണ് ചോളപ്പാടം. ഇത് കണ്ടോ, അങ്ങോട്ടെല്ലാം ചോളപ്പാടം കേട്ടോ. ആ സൈഡ് കാണുന്ന എല്ലാം ചോളപ്പാടമാണ്. മരം ഒടിഞ്ഞ് വീണാൽ ഞാൻ തീർന്നു, ഞാനും കുഞ്ഞിയും തീർന്നു. കാറ്റ് ഒരു രക്ഷയില്ല. എൻ്റെ പാട സൈക്കിൾ കൊണ്ടുപോകുന്നു. അയ്യോ, സൈക്കിൾ പൊങ്ങിപ്പോവുകയാണ് കാറ്റടിച്ചിട്ട്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവിടെ സൈക്കിൾ നിർത്തേണ്ടി വന്നു എനിക്ക്. അങ്ങോട്ട് പോകാൻ ഒരു പണിയും നടക്കുകയില്ല, സൈക്കിൾ മറിയൂ എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. അപ്പോഴത്തെ കാറ്റ് ഇരട്ടിയായി ചോളപ്പാടം കിടന്ന് അടിച്ച് തകർത്ത് പോകുന്ന കണ്ട. 2 ബൈക്കേഴ്സ് വരുന്നുണ്ട്. ബൈക്കർമാരാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിലെ വരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, സൈക്കിൾ നീക്കാനുള്ളൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ നിന്നതാണ്. ആരോ വരുന്നുണ്ട്, പോലീസുകാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചോളപ്പാടം കണ്ട് ഞാൻ നിർത്തിയതാണ്. പോലീസുകാരാ, പോലീസോ സെക്യൂരിറ്റിയോ ആരോടൊക്കെയാണ്. പക്ഷെ കാറ്റടിച്ച് സൈക്കിൾ പൊങ്ങുവാണ്, പുറകിൽ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട്. മനോഹരമായ ചോളപ്പാടം, അതായത് ചോളം കായ്ച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാഴ്ച വണ്ടി ഞാൻ നിർത്തിയപ്പോഴത്തേനാണ്, അതായത് ആ കാണുന്ന എല്ലാം ചോളപ്പാടാണ്. മൊബൈലൊന്നും സ്ട്രെയിറ്റ് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ആ കാണുന്ന എല്ലാം ചോളപ്പാടമാണ്. കിലോമീറ്ററുകൾ ഇപ്പോഴത്തെ അങ്ങ് അകലെന്നാണ് ഞാൻ വരുന്നത്. ഭയങ്കര കാറ്റായതുകൊണ്ട് ഒരു രക്ഷയില്ല, നമുക്ക് നീങ്ങാനേ പറ്റുന്നില്ല. ഇത് കണ്ടോ, നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ്. മൊബൈൽ എൻ്റെ കൈ വിറയ്ക്കുന്നതല്ല, കാറ്റടിച്ചിട്ട് മൊബൈൽ കിടന്ന് വിറയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ചോളപ്പാടത്തിന് നടുവിലൂടെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചോളപ്പാടത്തിൻ്റെ നടുവിലൂടെ നമ്മളൊരു ഗുഹ കാണാനായിട്ട് യാത്ര തിരിക്കുകയാണ്. ആ കാണുന്നത് മുഴുവൻ ചോളപ്പാടമാണ്. ഇത്രയും ചോളപ്പാടം ഒരുമിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യാത്രയിലത്തെ. അങ്ങ് മലയുടെ അടിവാരം മുതൽ ചോളം പൂത്തു നിൽക്കുന്നതാണ് ആ കാണുന്നത്. ഇവിടെ പുതിയ ചോളം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് മൊബൈൽ ബാലൻസ് ചെയ്ത് പിടിക്കാൻ പറ്റിയില്ല. എപ്പോൾ വേണേലും മൊബൈൽ കയ്യിൽ നിന്ന് താഴെ പോവാം. ഇത് മുഴുവൻ ചോളപ്പാടാണ് കേട്ടോ. അങ്ങ് അടിവാരം മുതൽ ഇങ്ങനെ ചോളപ്പാടം. ഞാനിപ്പം ഒരു 14 കിലോമീറ്ററോളം ഞാനിങ്ങനെ ഈ ചോളപ്പാടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പിലുള്ള ചോളം, പല സമയങ്ങളിൽ ഉള്ള ചോളം, അതായത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, അതിന് ശേഷമുള്ളത്, അങ്ങനെ പല അവസ്ഥയിൽ വളർന്നു വരുന്ന ചോളപ്പാടമാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പോട്ട് മുഴുവൻ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ മനോഹരമായ കൃഷിഭൂമിയിലൂടെ ഇങ്ങനെയുള്ള യാത്ര മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ അതേ അങ്ങ് അകലെ കാണുന്ന ആ മരത്തിൻ്റെ ചോട്ടിൽ കുറേ നേരം ഇരുന്നു. ഈ ചോളപ്പാടത്തിൻ്റെ നടുവിൽ അങ്ങ് അകലെ ആ വഴിയുടെ സൈഡിൽ കാണുന്ന ആ മരത്തിൻ്റെ ചോട്ടിൽ കാറ്റടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റാത്തത് കാറ്റടിക്കുന്നതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കുക. അതെ, ഈ കാണുന്നതെല്ലാം പുതിയ ചോളം വെച്ച് പിടിപ്പിക്കുന്നതാണ്. അതെ, ആ കാണുന്നത് പാടമാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഈ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ പോവുകയാണ്. ട്രെയിനുകളൊക്കെ എൻ്റെ ക്രോസ് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമില്ല. കാരണം സൈക്കിളിൽ നിന്ന് കൈ വിട്ടാൽ ഞാനും സൈക്കിളും ചോളപ്പാടത്ത് കിടക്കും. അതുപോലത്തെ കാറ്റാണ്. കടപ്പക്കല്ലുകളുടെ ഒരു ക്വാറി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മുൻപോട്ടും അത് തന്നെയാണ് കാണുന്നത്. കടപ്പ വെട്ടിയെടുക്കുന്ന സ്ഥലങ്ങളാണിത് മുഴുവൻ. കടപ്പക്കല്ലുകളുടെ പാളികൾ, സ്ലാബുകൾ. അപ്പോൾ ശരി, മുന്നോട്ട് പോവുകയാണ്. മൊബൈൽ 2 കൈ കൊണ്ടും പിടിച്ചേക്കാം, അല്ലെങ്കിൽ താഴെ പോയാലോ.
നമ്മൾ വന്ന് കേവിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്താണ് കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് പോയിട്ട് യൂ ടേൺ അടിച്ച് വേണം വരാൻ. ഇവിടെ മുഴുവൻ ചോളകൃഷി തന്നെയാണ്, മൊത്തമായി ചോളകൃഷിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ചോളം പുതിയത് വെച്ചിരിക്കുന്നതാണ്. ചോളവും മറ്റേതോ ഒരു ചെടിയും ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മരം പോലെയാണ് വളരുന്നത്. അതുപോലെ തന്നെ സൂര്യകാന്തി, ഈ കാണുന്നത് സൂര്യകാന്തിയാണ്. വേണ്ടി ഈ സൈക്കിൾ മറിയും, അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ സൂര്യകാന്തി. സൈക്കിൾ മറിയും, ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. വലിയ മലനിരകളുടെ അടിവാരത്താണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. കടപ്പക്കല്ലുകൾ കൊണ്ട് മതിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോട്ട പോലെ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്ന, അതിൻ്റെ താഴെയാണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. കാറ്റടിക്കുന്നതുകൊണ്ടാണ്, ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മലനിരകൾ ഇങ്ങനെ ചെറിയ മലനിരകളാണ്, അതിങ്ങനെ അങ്ങ് കടപ്പ കല്ലുകളുടെ കാറി തന്നെ നീണ്ടു നിവർന്ന് മുഴുവൻ ചോളപ്പാടം തന്നെ. അതുതന്നെ കാണുന്ന ഒരു വലിയ മനോഹരമായ കാഴ്ചയാണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ചോളപ്പാടങ്ങൾ ഞാൻ കാണുന്നത്. ഈ കാണുന്നത് ഞാനോർത്ത ഇങ്ങനെ പുല്ലുകൾ കിളുത്ത് നിൽക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ചോളത്തിൻ്റെ പൂക്കൾ മുകളിലോട്ട് നിൽക്കുന്നതാണ്. ആ തന്നെ കാറ്റടിച്ചിട്ട് തെക്കോട്ടും മുടക്കോട്ടും പോവുക. അപ്പോൾ അതെ, ആ കാണുന്ന ഒരു ചുവന്ന ബിൽഡിംഗ് ഉണ്ട് അവിടെ ഇടയ്ക്ക്, ആ ഭാഗത്ത്. ആ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ആ കാണുന്ന ഒരു ചെറിയ ബിൽഡിങ്, ചുവപ്പ് കളർ കണ്ടോ, അവിടെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ബെല്ല കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കേവിലേക്ക് ഞാൻ പോവുകയാണ്. ഏറ്റവും മുകളിൽ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നത് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഈ കല്ലിനും പശുക്കൾക്കും ഒക്കെ വെളുപ്പും കറുപ്പും നിറങ്ങളായതുകൊണ്ട് കാണാൻ പറ്റില്ല. അതേ അത് കണ്ടോ, അവിടെ പശുക്കൾ മേഞ്ഞ് നടപ്പുണ്ട്. അപ്പോൾ കിലോമീറ്ററുകളുള്ള ചോളപ്പാടത്തൂടെ നടുവിലൂടെ ആദ്യമായിട്ടുള്ളൊരു യാത്ര. ബൈക്കിലായിരുന്ന നല്ല വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു, പക്ഷേ സൈക്കിളിലായതുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്രദേശങ്ങളും കണ്ട് കേട്ട് പോരാൻ പറ്റുന്നത്. അപ്പോൾ അത് ഫോറസ്റ്റ് ഏരിയയാണ്, ആ മുകളിൽ കാണുന്ന ഭാഗം. അവിടെയെല്ലാം കല്ല് കെട്ടിയിട്ട് അതിൽ മഞ്ഞ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് ഈ ഭാഗത്തും അങ്ങനെ തന്നെ. ബാക്കിയെല്ലാം താഴോട്ടുള്ളതെല്ലാം കൃഷിഭൂമിയാണ്. അപ്പോൾ ഇതും ചോളപ്പാടം തന്നെ കേട്ടോ, അങ്ങോട്ട് കിടക്കുന്നതെല്ലാം ചോളപ്പാടം തന്നെയാണ്. ഇതുണ്ടോ, എല്ലാം ചോളപ്പാടമാണ്. നമ്മൾ തക്കാളിപ്പാടങ്ങൾ കണ്ടു, ചോളപ്പാടങ്ങൾ കണ്ടു, കത്രിക്കാപ്പാടങ്ങൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ട് എന്നേലും നമ്മുടെ നാട്ടിലും ഇതുപോലെ തരിശു കിടക്കുന്ന ഭൂമിയെല്ലാം കൃഷിഭൂമിയായി മാറുമെന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ആളുകളെ ബൂസ്റ്റ് ചെയ്ത് വർത്തമാനം പറഞ്ഞിങ്ങനെ പോരുകയാണ്. അപ്പോൾ ശരി, ഈ നീണ്ടു നിവർന്ന വഴിയിലൂടെ 18 കിലോമീറ്ററോളം ഞാൻ യാത്ര ചെയ്തിരുന്നു. കാറ്റാണ് എന്നെ ചതിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് കണ്ടിട്ട് പോകേണ്ട സമയമായി. ഈ റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയിരിക്കേണ്ടത്. ഇപ്പോഴാണ് ഈ റോഡൊക്കെ നല്ല ക്ലിയർ റോഡാക്കിയത്. അതോടെ ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രാവിലെ പോയ ബൈക്കേഴ്സാണ് കൂടുതലും വരുന്നത്. കാരണം മനോഹരമായ കാഴ്ചകൾ കാണാൻ സിംഗിളായിട്ടും ഡബിളായിട്ടും പോകുന്നവർക്കാണല്ലോ താല്പര്യം. അല്ലാത്ത ആളുകൾക്ക് അടിച്ചു പൊളിച്ചു പോവുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഇതുപോലത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനും മുന്നോട്ട് പോവുകയാണ്. എനിക്കും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്, നിങ്ങളെ കാണിക്കാനും. വില്ലാസുർഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. വില്ലാസുർഗം കേവിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ശരി, നമ്മൾ പതിയെ കേവിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.